വീണ്ടും മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രലിത. സ്വാഗതം. അപ്പോൾ ഒരു ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. മാത്രമല്ല ഒരുപാട് സെഗ്മെന്റുകളുണ്ട്. ഇതെല്ലാം അടുത്ത ഒരു മണിക്കൂർ നേരം ഒന്നിന് പിറകെ ഒന്നായി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുക. അതെ, ഇത്രയും നേരം നിങ്ങൾ കൊലപാതക വാർത്തകളും ഒപ്പം മറ്റ് രാഷ്ട്രീയ വാർത്തകളും ഒക്കെ കേട്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രസകരമായ മറ്റ് ചില വാർത്തകളും അതിന്റെ സെഗ്മെന്റ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പ്രജി, നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കാണാം. Top headlines of the day. You are watching 24 from News Headquarters, Kochi. തൃശൂർ മുളങ്കുന്നത്തുകാവിൽ സ്പെയർ പാർട്സ് കമ്പനിയിൽ വൻ തീപിടുത്തം. പാലക്കാട് സ്വദേശി സുരേഷ് നിബിന് ദാരുണാന്ത്യം. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത്. തീയണയ്ക്കാൻ തീവ്രശ്രമം. മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. EP ജയരാജന്റെ BJP ബന്ധ വിവാദം നിഷ്കളങ്കമല്ലെന്നും കുറ്റപ്പെടുത്തൽ. തൃശൂർ മേയറെ മാറ്റണമെന്നും ആവശ്യം. മന്ത്രിമാരെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കണമെന്നും അംഗങ്ങൾ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം. രാത്രി 12 മണിക്ക് മുൻപ് 15 മിനിറ്റ് പവർ കട്ട്. തീരുമാനം വൈദ്യുതി വിപണിയിൽ ലഭ്യത കുറവുള്ളതിനാൽ. ഇടുക്കി ഉൾപ്പെടെയുള്ള മിക്ക ജില്ലകളിലും വൈദ്യുതി നിയന്ത്രണത്തിന് തുടക്കം. സംസ്ഥാനത്ത് 4 പനിമരണം കൂടി. പുതിയതായി ചികിത്സ തേടിയത് 13,511 പേർ. കൂടുതൽ കേസുകൾ മലപ്പുറത്ത്. എറണാകുളത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുന്നു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് DMOമാരുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം. കോളർ സ്ഥിരീകരിച്ച തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത. ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്ടെ PSC അംഗത്വ കോഴയാരോപണത്തിൽ ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം തേടി CPIM സംസ്ഥാന നേതൃത്വം. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ഗൗരവത്തോടെ ഇടപെട്ടില്ലെന്ന് വിമർശനം. കോഴയെക്കുറിച്ച് അറിയില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി. പണം വാങ്ങിയിട്ടില്ലെന്ന് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി. വിഷയം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഏതന്വേഷണത്തിനും തയ്യാറെന്ന് മുഖ്യമന്ത്രി. സമാധാനമാണ് പോംവഴിയെന്ന് യുക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലപാട് അറിയിച്ചത് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദി ഏറ്റുവാങ്ങി. മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിനെതിരെ യുക്രൈൻ. വിവാദയാത്രയിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ നിയമലംഘനം കണ്ടെത്താതെ മോട്ടോർ വാഹന വകുപ്പ്. 9 കുറ്റങ്ങൾ ചുമത്തി. ജീപ്പിന്റെ ഉടമയ്ക്ക് 45,500 രൂപ പിഴ. RC സസ്പെൻഡ് ചെയ്യും. സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന നിർദ്ദേശം. നിയമലംഘന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമെന്നും ഹൈക്കോടതി. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ. സ്ഥിരീകരിച്ച് BCCI സെക്രട്ടറി ജയ്ഷാ. കാലാവധി 2027 ഡിസംബർ വരെ. യൂറോ കപ്പ് ആദ്യ സെമിയിൽ രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന നാളെ പുലർച്ചയ്ക്ക് 5:30 കാനഡയ്ക്കെതിരെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് പോകണം. LDF കൺവീനർ EP ജയരാജനെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമുയർന്നു എന്നതാണ് വാർത്ത. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തിരിക്കാൻ EP ജയരാജൻ അർഹനല്ല. ജയരാജന്റേത് മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തിൽ CPIM നടപടിയെടുക്കട്ടെ എന്നും വിമർശനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് ഈവനിങ്. ഷഫീദ്, ഈ EP ജയരാജനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇതാദ്യമായി അല്ല വിമർശനം ഉയർന്നത്. ഇപ്പോൾ എന്തായാലും LDF കൺവീനർ EP ജയരാജനെതിരെ CPI സംസ്ഥാന കൗൺസിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ രൂക്ഷ വിമർശനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അതെന്തൊക്കെയാണ്?
ഗുഡ് ഈവനിംഗ് പ്രവിത ആൻഡ് പ്രജിൻ. ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. അത് നവകേരള സദസ്സിനെതിരെ, LDF കൺവീനർ EP ജയരാജനെതിരെ, അതേപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ അടക്കം ഉയർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇന്നത്തെ കൌൺസിലിൽ ചില അംഗങ്ങൾ ഉയർത്തി എന്നുള്ളതാണ്. ജയരാജന്റേത് മുന്നണിയെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങളാണ്. EP-യുടെ BJP ബന്ധവിവാദം അതത്ര നിഷ്കളങ്കമല്ല എന്ന കുറ്റപ്പെടുത്തൽ കൂടി ഇന്നത്തെ CPI സംസ്ഥാന കൌൺസിലിൽ ഉയർന്നു. EP-യെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് CPI നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും ചില അംഗങ്ങൾ ഇന്ന് അഭിപ്രായമായി കൌൺസിലിൽ അറിയിച്ചു. അത് ഒരു വളരെ ഗൌരവമുള്ള ഒരു സംഭവമായി കൂടി കാണാം. കാരണം മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെയാണ് CPI ഇപ്പോൾ പേരെടുത്തുള്ള വിമർശനം CPI ജില്ലാ കൌൺസിൽ ഉയർന്നിരിക്കുന്നത്. അതേസമയം നവകേരള സദസ്സ് ദയനീയ പരാജയമാണെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇന്നത്തെ കൌൺസിൽ യോഗത്തിൽ ഉയർന്നു. LDF ജാഥ നടത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമായിരുന്നു. സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തമില്ലെന്നും കൌൺസിലിൽ വിമർശനമുയർന്നു. നവകേരള സദസ്സ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ CPIക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളടക്കം ഉണ്ടായതായി അന്ന് വാർത്ത വന്നതാണ്. അത് പരോക്ഷമായിരുന്നെങ്കിൽ ഇന്നത് പ്രത്യക്ഷമായ കുറ്റപ്പെടുത്തലായി CPI സംസ്ഥാന കൌൺസിൽ ഉയർന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റത്തെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇന്ന് CPI സംസ്ഥാന കൌൺസിൽ ഉയർന്ന മറ്റൊരു അഭിപ്രായം. പിണറായി വിജയൻ അങ്ങനെ തന്നെയാണ്, വേണ്ട നടപടി CPM ചെയ്യട്ടെ എന്നും പ്രതിനിധികൾ ഉയർത്തി. അതേസമയം ആത്മവിമർശനം കൂടി CPI ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇനി മുതൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മന്ത്രിമാർ വേണ്ട എന്ന് ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സംഘടനാ പ്രവർത്തനവും ഭരണവും ഒരുമിച്ച് നടക്കില്ല എന്നുള്ളതായിരുന്നു അംഗങ്ങളുടെ അഭിപ്രായം. തൃശൂരിലെ തോൽവിയിലും ചില ആത്മവിചിന്തനങ്ങൾ അത് നടത്തുന്നുണ്ട് CPI. അതിൽ ഏറ്റവും പ്രധാനം തൃശൂർ മേയറെ മാറ്റാൻ കത്ത് നൽകണമെന്ന CPI സംസ്ഥാന കൌൺസിലിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നേരത്തെ ഇത് പ്രതീക്ഷിതാണ്. ഈ രീതിയിൽ ജില്ലാ നേതൃയോഗം നടന്നപ്പോൾ തന്നെ CPI ഭാഗത്തുനിന്ന് വലിയ വിമർശനം സർക്കാരിനെതിരെയും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ശൈലിയെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് CPI സംസ്ഥാന കൌൺസിലും സമാനമായ രീതിയിലുള്ള വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പകർച്ചപ്പനി വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പനി പിടിമുറുക്കുന്നതിനിടെ ആശങ്കയായി കോളറ രോഗവും. രോഗം സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസിയായ 10 വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഈ ഹോസ്റ്റലിലെ 12 പേർ സമാന ലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിലുമാണ്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. നെയ്യാറ്റിങ്കര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിൽ അന്തേവാസി അനു വയറിളക്കം ബാധിച്ച് മരിച്ചിരുന്നു. തുടർന്നാണ് ഇതേ ഹോസ്റ്റലിലുള്ള 12 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. രോഗം സ്ഥിരീകരിച്ച 10 വയസ്സുകാരൻ അപകടനില തരണം ചെയ്തു. മറ്റുള്ളവരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. മരിച്ച അനുവിന്റെ ശ്രമം പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോളറ സംശയത്തെ തുടർന്ന് അനുവിന്റെ തൊളിക്കോട്ട വീട്ടിലും പരിസരത്തും ആരോഗ്യ പ്രവർത്തകർ ശുചീകരണം നടത്തി. ഹോസ്റ്റലിൽ എങ്ങനെയാണ് രോഗം വന്നതെന്നറിയില്ലെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അന്തേവാസികൾക്ക് നൽകുന്നതെന്നുമാണ് ജീവനക്കാരുടെ വിശദീകരണം. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടരുകയാണ്. 12 കേസുകളാണ് ആകെ വയറിളക്കമായിട്ട് ഇപ്പോൾ ഈ സമയം വരെ ഉള്ളത്. അതിൽ ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കേസുകൾ പരിശോധനയിലാണ്. മെഡിക്കൽ കോളേജിലാണ് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റ് ചെല്ലുന്നുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലോട്ട് വിടാനും അതല്ല ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതേസമയം എറണാകുളത്ത് ആശങ്കയായി ഡെങ്കിപ്പനി കേസുകൾ കൂടുന്നു. സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ 54% എറണാകുളത്താണ്. ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് 86 പേർക്ക്. കളമശ്ശേരി നഗരസഭ പരിധിയിലാണ് കൂടുതൽ. ജില്ലയിലെ 22 മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപനമുണ്ട്. ജില്ലയിൽ 2 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, അതിന് വിശദമായ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മൾ കാണാതെ പോയിട്ടില്ല. ഒരുപാട് കമൻറ്റുകൾ വരുന്നത് കാണുന്നുണ്ട്. പാട്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ വരും. ആദ്യം ഒന്ന് വാർത്തകളൊക്കെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം അല്ലേ? കമൻറ്റുകൾ എന്തെങ്കിലും പെട്ടെന്ന് വായിക്കാനുണ്ടോ? കമൻറ്റ് വളരെ പെട്ടെന്ന് വായിക്കാനാണെങ്കിൽ കുഞ്ഞു പറഞ്ഞു, ഇന്ന് ഈവനിങ് നല്ല തലവേദനയായിരുന്നു. എന്നിട്ടും ഞാൻ ഈ പ്രോഗ്രാമിന്റെ ടൈം അലാം സെറ്റ് ചെയ്താണ് ഉറങ്ങിയത്. എന്നെ മൈൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മിനി ചേച്ചി പറയണു, കുട്ടികളെ നമ്മളെയാണ് കേട്ടോ, ഒരു പരാതിയുണ്ട്. 10:30 മുതൽ 11:30 വരെ ഇത് കണ്ടിട്ട് പിന്നെയും താമസിക്കുന്നു ഉറങ്ങാൻ. രാവിലെ എഴുന്നേൽക്കണം നേരത്തെ. ഈ പരിപാടി നേരത്തെ ആക്കുമോ എന്ന് ചോദിക്കുന്നു മിനി ബാബു. ജിതേഷ് ആരാണ്? സത്യം പറഞ്ഞു. എന്താ ജിതേഷ്? ജിതേഷ് പറയുന്നുണ്ട് പ്രജന് ഫിലിമിൽ പാടാൻ ഉടൻ ഒരു കോള് വരും ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അതെ, ഇന്നിപ്പോ പാട്ട് കൊള്ളമാക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഓക്കെ, അതിലേക്ക് തിരികെ എത്താം. അപ്പൊ നമുക്ക് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഒരു എന്താണ് പറയുക, സംസ്ഥാനത്ത് മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ ഇങ്ങനെ പുകഞ്ഞു വരുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. PSC കോഴയാണ്
ആ വിവാദ വിഷയം. ഇന്നലത്തേതിന്റെ തുടർച്ചയായി ഇന്നും ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. PSCയെ സംശയനിഴലിൽ ആക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പരാതി ഒത്തുതീർപ്പാക്കാൻ CPIM-ഉം സർക്കാരും ഇടപെടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ ഗൗരവത്തോടുകൂടി വരികയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില MLA-മാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമാണോ? എന്തായാലും ഈ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചായിരുന്നു സഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയത്. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും നടപടികൾ സുതാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സബ്മിഷന് പിന്തുണ നൽകാൻ ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി മാത്രമാണ് ലഭിച്ചത് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. എന്നാലും മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി പോവുകയും ചെയ്തു. എന്നാൽ ഈ വിഷയം സഭയിൽ ഈ രീതിയിലൊക്കെ തന്നെ തള്ളിക്കളഞ്ഞെങ്കിലും പാർട്ടിക്കകത്ത് മറ്റൊരു രീതിയിൽ ഇത് രൂപപ്പെട്ടു വരുന്നുണ്ട് മറുഭാഗത്ത്. കാരണം ജില്ലാ നേതൃത്വം കൃത്യമായി പരാതിയെ ഗൗരവമായി എടുത്തില്ല. കാരണം മന്ത്രി ആണ് പരാതിപ്പെട്ടത്. മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി മെമ്പർ കൂടിയാണ് PM മുഹമ്മദ് റിയാസ്. എന്നിട്ട് പോലും പരാതി വേണ്ട ഗൗരവത്തിൽ എടുത്തില്ല എന്നൊരു ആക്ഷേപം ജില്ലാ നേതൃത്വത്തിനെതിരെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അത് ചർച്ചയായി മാറുക എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പോസിറ്റീവ് വാർത്തകളുടെ സമയമാണ്. നോക്കാമെങ്കിൽ ശുഭവാർത്തകൾ. എയർ കേരള വിമാന സർവീസ് യാഥാർത്ഥ്യമാകുന്നു. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി കമ്പനി ഉടമകൾ. ദുബായിൽ നിന്ന് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്ക് ആദ്യ സർവീസ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. നൽകുന്നത് ജർമ്മനിയിൽ നിന്നുള്ള മരുന്നുകളും. പയ്യോളി സ്വദേശിയായ 14-കാരന് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച. ഇന്ത്യക്ക് വൻ നയതന്ത്ര വിജയം. റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ തീരുമാനം. ഏജന്റുമാരുടെ തട്ടിപ്പിന് ഇരയായി റഷ്യൻ സൈന്യത്തിലെത്തിയത് മലയാളികളടക്കമുള്ളവർ. അപ്പോൾ അതാണ് പോസിറ്റീവായ വാർത്ത. ഇനി വളരെ പോസിറ്റീവായ സംസ്ഥാനത്തിന് ആകെ സന്തോഷം പകരുന്ന, രാജ്യത്തിന്റെ ആകെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഇനി 3 നാൾ കഴിഞ്ഞാൽ ഉണ്ടാകും. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് നേടിക്കൊടുക്കുക പ്രതിവർഷം 1000 കോടിയുടെ വരുമാനമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെയും ഇവിടെ എത്തുന്ന മദർഷിപ്പുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഴിഞ്ഞം തുറമുഖം വന്നതിന് പിന്നാലെ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പേരാണ് മദർഷിപ്പ്. എന്താണ് മദർഷിപ്പ്? കൂറ്റൻ കണ്ടെയ്നർ ഷിപ്പുകളെയാണ് മദർഷിപ്പുകൾ എന്നറിയപ്പെടുന്നത്. ആ മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന തുറമുഖമാണ് മദർ പോർട്ടുകൾ. മദർഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റാനുള്ള സംവിധാനമുള്ള തുറമുഖമാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ. കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് ചിലവ് കുറയ്ക്കുന്നതിനാണ് മദർഷിപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 20,000 കണ്ടെയ്നറുകൾ വരെ വഹിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന കണ്ടെയ്നർ ഷിപ്പുകൾ ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ മദർഷിപ്പുകൾ നേരിടുന്ന പ്രധാന പരിമിതികളിലൊന്ന് അത്തരം കപ്പലുകൾ അടുക്കാൻ കഴിയുന്ന തുറമുഖങ്ങളുടെ കുറവാണ്. ലോകത്ത് നിലവിൽ 51 മദർ പോർട്ടുകൾ മാത്രമാണുള്ളത്. 161 മദർ ഷിപ്പുകളുമുണ്ട്. വിഴിഞ്ഞം രാജ്യത്തെ തന്നെ ഒരേ ഒരു മദർ പോർട്ടാകുമ്പോൾ ഇന്ത്യക്കും കേരളത്തിനും വൻ സാമ്പത്തിക നേട്ടം. രാജ്യത്തെ 60% ചരക്ക് നീക്കവും സിംഗപ്പൂർ, ദുബായ്, കൊളംബോ തുറമുഖങ്ങളിലൂടെയാണ് നടക്കുന്നത്. വിഴിഞ്ഞത്ത് മദർഷിപ്പ് അടുക്കുന്നതോടെ സ്ഥിതി മാറും.
രാജ്യത്തെ വലിയ ശതമാനം ചരക്ക് നീക്കവും വിഴിഞ്ഞത്തിലൂടെ നടക്കും. കൂടാതെ രാജ്യത്തെ തന്നെ മറ്റ് പോർട്ടുകൾക്ക് ഇതിലൂടെ വലിയ നേട്ടം കൊയ്യാനാകും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ മുഴുവൻ കപ്പൽ കമ്പനികളും മുൻതൂക്കം നൽകുക വിഴിഞ്ഞത്തിന് തന്നെ. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമെന്നതാണ് പ്രധാന കാരണം. കൂടാതെ മൺസൂൺ കഴിഞ്ഞാലും ഡ്രഡ്ജിംഗ് ആവശ്യമില്ലാത്ത ഓൾ വെതർ പോർട്ട് കൂടിയാണ് വിഴിഞ്ഞം. കൊച്ചി തുറമുഖം ഉൾപ്പെടെ ഡ്രഡ്ജിങ്ങിന് കോടികളാണ് മുടക്കുന്നത്. കേരളത്തിന്റെ വികസന തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ യാത്ര തിരിച്ചിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോയ്ക്ക് പ്രത്യേകതകൾ പലതാണ്. നങ്കൂരമിടാൻ വേണ്ട ആഴം 10 മീറ്റർ. വിഴിഞ്ഞത്ത് സ്വാഭാവിക ആഴം തന്നെ 20 മീറ്റർ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐരീനയ്ക്ക് നങ്കൂരമിടാൻ വേണ്ടത് 16 മീറ്റർ മാത്രമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ വിഴിഞ്ഞത്തും അടുക്കും. ലോകമങ്ങനെ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുകയാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ നമ്മളെല്ലാവരുടെയും വലിയ പ്രതീക്ഷയായി വിഴിഞ്ഞം അങ്ങനെ റെഡിയായിരിക്കുകയാണ്. അടുത്ത 3 ദിവസം കഴിഞ്ഞാൽ മദർഷിപ്പ് വരാൻ പോവുകയാണ്. അങ്ങനെ വലിയൊരു ആഘോഷമാക്കി അത് മാറ്റാൻ സർക്കാർ ശ്രമിക്കുകയുമാണ്. നമുക്കിനി അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ കൂടി നോക്കാം. ആലോചന വാർത്തകൾ. ജലസംഭരണി തകർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. സംഭവം പാലക്കാട് ചെർപ്പുളശ്ശേരി വെള്ളിനീടിയിൽ. മരിച്ചത് ബംഗാൾ സ്വദേശി ശ്യാമിലിയും 1.5 വയസ്സുള്ള കുഞ്ഞും. മഴക്കെടുതിയിൽ വലഞ്ഞ അസം. മരിച്ചവരുടെ എണ്ണം 72ആയി. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള 9 നദികൾ കരകവിഞ്ഞു. കാസിരംഗ നാഷണൽ പാർക്കിലും ടൈഗർ റിസർവിലുമായി 137 മൃഗങ്ങൾ ചത്തു. 3000-ലേറെ ഗ്രാമങ്ങൾ പ്രളയബാധിതം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കോട്ടയം എറണാകുളം റോഡിൽ അരയൻകാവിന് സമീപം വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടമുണ്ടായത് 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച്. മരിച്ചത് പാലാ മീനച്ചിൽ സ്വദേശി മിലൻ. തമിഴ്നാട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 തൊഴിലാളികൾ മരിച്ചു. 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. യെസ്, ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളെ കൂടി വളരെ പെട്ടെന്ന് പോവാം. ഈ പട്ടാപ്പകൽ മോഷണം നടന്നൊരു വാർത്ത നിഖിൽ പ്രമേഷ് പങ്കുവയ്ക്കുന്നുണ്ട്. പാലക്കാട് പട്ടാമ്പിലാണ് ലോട്ടറി കടയിൽ പട്ടാപ്പകൽ മോഷണം ഉണ്ടായത്. പള്ളിപ്പുറം റോഡിലെ ഭുവനേശ്വരി ലോട്ടറി സെന്ററിലാണ് മോഷണം ഉണ്ടായെന്ന് പറയുന്നു. ഒപ്പം ഇന്ന് കാലത്ത് 8:30യോടെയാണ് ആ സംഭവം ഉണ്ടായത്. കടയുടെ ഉടമയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇയാൾക്ക് കയറുന്നതും ഇറങ്ങുന്നതൊക്കെ CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കാണാം. ഇതാണ് ആ മോഷണ ദൃശ്യങ്ങൾ. എന്നാലും ഉടമയുടെ കണ്ണ് വെട്ടിച്ച് മോഷ്ടാവ് സ്ഥാപനത്തിനകത്തേക്ക് കയറി പണം അപഹരിച്ചു എന്നതാണ് ആ വാർത്ത. മറ്റൊരു വാർത്ത വരുന്നത് ജമ്മു കാശ്മീരിലാണ്. ജമ്മു മേഖലയിലെ ഭീകരാക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കോൺഗ്രസ്. നിലവിലെ സാഹചര്യത്തെ നേരിടാൻ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകും എന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് ദീപേന്ദർ സിംഗ് ഹൂഡ വിമർശിച്ചു. വിഷയം സർക്കാർ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിൽ രാഷ്ട്രീയം കാണുന്നില്ല കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ സർക്കാരിനുണ്ടാകും എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. യെസ്, ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് പതിവ് പോലെ ഉണ്ട്. തോമസ് മാത്യു പറയുന്നു, നിങ്ങളുടെ പാട്ട് അതിഗംഭീരം, പഴയ പാട്ടുകളും പാടണം. തീർച്ചയായിട്ടും പാടാം. സുനിൽ വയനാട് പറയുന്നു, ഞങ്ങളിവിടെ വീഡിയോ കോൾ ഒക്കെ വിളിക്കാനായി സെറ്റായിരുന്നതാ, അപ്പോൾ ദാ കറണ്ട് പോയത്. അത് കുഴപ്പമില്ല, കറണ്ട് ഇപ്പോൾ വരും. അപ്പോൾ ഒരുപാട് നേരത്തെ ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ മിനി ബാബു പറഞ്ഞു നിർത്തിയ കാര്യമാണ്. അത് സമയം മാറ്റം എന്ന് പറഞ്ഞല്ലോ. അതൊരു അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മിനി ബാബു ഉന്നയിച്ച വിഷയം പരിപാടി നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ മിനി ബാബുവിനെ ക്ഷണിക്കുന്നു എന്ന് ഷഫീർ മണ്ണാർക്കാട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊക്കെ വിഷയമായി മാറുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കണ്ടുമുട്ടാമെന്ന് തോന്നുന്നു അല്ലേ? പ്രേക്ഷകരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് നോക്കട്ടെ, അതനുസരിച്ച് SK തീരുമാനം എടുക്കും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് പോവാണ്. ഇടവേള കഴിഞ്ഞ് വരുന്നത് വരെ ഒരു കാര്യം കൊടുക്കട്ടെ, അവർക്ക് ഒരു വർക്ക് കൊടുക്കട്ടെ. ആയിക്കോട്ടെ. ടാസ്ക് ആണോ? ടാസ്ക് കൊടുക്കാം. അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലെ ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പു. ഇതൊരു പാട്ടാണ്, ഒരു പഴയ പാട്ടാണ്. പഴയ പാട്ടിന്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നതാണ്. ഈ പാട്ടിന്റെ തുടക്കം എന്താണ്, ഏത് സിനിമയാണ് അറിയുന്നവർ പെട്ടെന്ന് പറയാ, കണ്ടുപിടിച്ചു വരിക. അപ്പോ അനാദികാലം മുതലേ അജ്ഞാത കാമുകനകലെ
ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരിപ്പൂ. ഏതാ പാട്ട്? ആരൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഈ പാട്ട് അത്ര അറിയില്ല കേട്ടോ എനിക്ക്. നീലാകാശം. ഇപ്പൊ മനസ്സിലായി. അപ്പൊ CS എന്ന് പറയുന്നൊരു ID ആണ് ഏറ്റവും ആദ്യം ആ പാട്ടാണെന്ന് പറഞ്ഞത്. ഇത് 71 പുറത്തിറങ്ങിയ പടമാണ്. വിത്തുകൾ MT കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ നിർവഹിച്ച പടമാണ്. നമ്മുടെ മധു സാറും ഷീല അമ്മയൊക്കെ അഭിനയിച്ച പടമാണ്. മാത്രമല്ല പുകഴേന്തിയുടെ സംഗീതമാണ്, P ഭാസ്കരന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഉത്തരം പറഞ്ഞതാരാ? CS എന്ന് പറഞ്ഞൊരു ID ആണ്. CS എന്ന് പറയുന്ന ID ആണ്. അപ്പം ലേഖാജയൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്ന്. മറ്റുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ല. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഗൂഗിളിൽ മിനി ബാബു പറയുന്നു. ആരുടെ പേരാ പറഞ്ഞത്? ലേഖാജയൻ തയ്യാറായി നിൽപ്പുണ്ട് ഇവിടെ. അയ്യോ, അത് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. ഈ ലേഖാജയനാണോ? ആ ലേഖാജയൻ ആണ്. ലേഖാജയൻ ആണോ? LEKH ആണോ? എന്താ വീണ്ടും വീണ്ടും കൺഫേം ചെയ്യണം. നമ്മുടെ പേര് ഒന്ന് നോക്കണേ. അപ്പൊ ലേഖ ചേച്ചി നിരന്തരം നമുക്ക് കമന്റ് അയക്കുന്ന ആളാണ്, നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയാണെന്നൊക്കെ ചേച്ചി പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാം. കാരണം ചേച്ചിയുടെ കമന്റ്സ് നമ്മൾ തന്നെ വായിക്കാറുണ്ട്. അപ്പൊ എന്തുണ്ട് വിശേഷം? ആദ്യം ചോദിക്കട്ടെ. സംസ്ഥാന സമ്മേളനത്തിനല്ലേ? അതെ, എന്നിട്ട് പറയൂ എന്തുണ്ട് വിശേഷം? അല്ല, അടിപൊളിയായിട്ട് പോകുന്നു. 24 എന്നാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതെ, നമുക്കും ഭയങ്കര സന്തോഷം. നമ്മളെക്കാൾ ന്യൂസ് ഒക്കെ അപ്ഡേറ്റഡ് ആണ് കേട്ടോ അവര്. എപ്പോഴും മുണ്ടേരുമ്പോ ഇടുക്കി ജില്ലയില്. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? അതെ, കഴിച്ചു. ഈ കമന്റ് ബോക്സിൽ എന്നും തെളിയുന്ന ഒരു പേരാണല്ലോ ലേഖാജയൻ എന്നുള്ള പേര്. അപ്പൊ അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആളെ. ഈ മറ്റുള്ള കമന്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ലേഖ ചേച്ചിക്ക് അറിയോ? മിനി ബാബുനെ അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാന സമ്മേളനത്തിന്. അപ്പൊ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം നടക്കുമ്പോ അത് ശരിക്കും ഒരു കുടുംബ സംഗമമാണ് ശരിക്കും, അല്ലേ? അത് ഞങ്ങള് കുടുംബമായിട്ട്, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. മാത്രമല്ല പ്രേക്ഷകരൊക്കെ കൂടുമ്പോഴേ നിങ്ങളെല്ലാം പരസ്പരം അറിയുന്നത് അങ്ങനെയുള്ള ഒരു സംഗമമൊക്കെ നടക്കുമ്പോഴാണ്. അപ്പോ ഒരു വലിയ ഫാമിലി ആയിട്ട് നമ്മൾ മാറുന്നു, നമ്മൾ നിങ്ങളെല്ലാം അടങ്ങുന്ന, അല്ലേ? ചേച്ചി മോൾ എവിടെ അടുത്തുണ്ടോ? മോളുണ്ട്. സ്ക്രീനിൽ കാണുന്നില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരു മോനും ഒരു മോളും, അവര് PSC കോച്ചിങ്. വലിയ മക്കളാണല്ലേ? ഒന്നുകൂടെ പേരൊന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? എന്റെ പേര് അനഘ. അനഘ. ഓക്കെ, അനഘയാണല്ലേ ഇപ്പൊ കൂടെ ഉള്ളത്? ഓക്കെ, എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനില്ല. ഓക്കെ, എനിവേ, അപ്പൊ അനഘ ഒരിക്കൽ കൂടി ഇതിങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലേഖ ചേച്ചി, അപ്പം 24 ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി SK സാറിന്റെ രാവിലത്തെ പ്രോഗ്രാം ആണെന്ന് നമുക്കറിയാം. റൈഡിംഗ് റിപ്പോർട്ട്. എല്ലായിടത്തും പറയാം. താങ്ക് യു സോ മച്ച്, വിളിച്ചത് നന്ദി. ഇനിയും സപ്പോർട്ട് തുടരുക. നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടാവണം കേട്ടോ, ഫുൾ ടൈം. അവിടെ ലേഖ ചേച്ചിക്കുള്ള നമുക്ക് വലിയ ധൈര്യമാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു ലേഖ ചേച്ചി, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. നമ്മളിങ്ങനെ സ്ഥിരം പ്രേക്ഷകരുടെ ID, അതായത് നമ്മളെ പേര് പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് വായിക്കാറുണ്ട്. കാരണം എന്നും കമൻറ്റ് അയക്കുന്നവരുടെ ID നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമല്ലേ പ്രജൻ? അപ്പോൾ നമ്മൾക്കിങ്ങനെ മിണ്ടി മറിഞ്ഞൊക്കെ ഇരിക്കാം. അതിനിടയിൽ ചില കഥകളുണ്ട്. രാത്രി പുരാണം. ഈ കാസർഗോഡേക്ക് പോയാൽ അവിടെ ഒരു ഗ്രാമം മുഴുവൻ ചെണ്ടമേളത്തിന്റെ ലഹരിയിലാണ്. കുട്ടികളും പ്രായമായവരും അങ്ങനെ പ്രായഭേദമന്യേ ഒരുപാട് പേർ, അതായത് 100ഓളം പേരാണ് ഉദുമ കൊക്കാലിൽ ചെണ്ടമേളം ആസ്വദിക്കാനായി എത്തുന്നത്. അഭ്യസിക്കാൻ എത്തുന്നതാണ്. ആസ്വദിക്കാൻ മാത്രമല്ല, വെറുതെ ആസ്വദിക്കുകയല്ല, അവിടെ പഠിക്കണം അവര് പഠിക്കുന്നുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്നുള്ള ആ മേള കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രാത്രി നേരങ്ങളിൽ ഒരുപാട് സമയം നമ്മൾ വെറുതെ കളയാറുണ്ടല്ലേ? എന്നാൽ ഒരു നാടൊന്നാകെ ആ സമയത്ത് ചെണ്ടമേളം പഠിക്കാൻ ഇറങ്ങിയാലോ? നമുക്ക് പുറകിൽ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ആ കിടിലൻ സ്പോട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം.
അവധി ദിനങ്ങൾ മേളങ്ങൾ കൊണ്ട് ആഘോഷമാക്കുന്നവർ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത് 2ാം തവണയാണ് ചെണ്ടമേളം അഭ്യസിക്കാൻ ഒരു ഗ്രാമം തയ്യാറെടുത്തത്. ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞപ്പാട് എനിക്ക് താല്പര്യമുണ്ടായിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടി വന്നപ്പാട് ഞാനും താല്പര്യപ്പെട്ടിട്ട് വന്നത്. ഗണതിക്കൈ, മേളം, ചെമ്പട, അങ്ങനെ കുറേ പഠിച്ചു. ചെറുതിലെ പഠിക്കണമെന്നുണ്ടായിരുന്നു. സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ കൊട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ ഏട്ടനിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചോദിച്ചു, അപ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെയും കൊണ്ട് വന്നതാണ്. ഉദുമ കൊക്കാലിൽ രാത്രി 7 മണിക്ക് തുടങ്ങുന്ന വേറിട്ട കാഴ്ചയാണിത്. ഷൺമുഖ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം. എല്ലാവരും നല്ല സന്തോഷത്തിന് ഭയങ്കര താല്പര്യമായിരിക്കും. കുട്ടികൾക്കായാലും അമ്മമാർക്കായാലും മറ്റേ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗമുണ്ട്. പിന്നെ എല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ വിദ്യാഭ്യാസത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതല്ലേ നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത്. അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു കല എന്ന രൂപത്തിൽ. ഈ നാടിൻ്റെ ഐക്യവും ഒരുമയും കാത്തു സൂക്ഷിക്കുന്നതും പിന്നെ പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരു ഒത്തൊരുമയായിട്ടും, പിന്നെ ഇവിടെ പ്രധാനമായിട്ടൊന്ന് പറയാനുള്ളത് ഇവിടുത്തെ ചാരിറ്റിയാണ്. ഒരു 10-20 ലക്ഷത്തോളം രൂപയിലധികം ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്യുകയും നടത്തിക്കൊണ്ടിരിക്കും, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നാട് മുഴുവൻ ചെണ്ടമേളം അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊട്ടിക്കയറുന്ന ആ ദിവസം കൊക്കാലുകാർക്കൊരു ആഘോഷമാകും. ഉദുമയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. എന്ത് രസമാണല്ലേ, ഒരു നാടാകെ ചെണ്ടമേളം പഠിക്കാനായി എത്തുന്നു. അവിടുത്തെ പ്രായഭേദമന്യേ കുട്ടികൾ, ഇപ്പം മുതിർന്നവർക്കൊപ്പം അവർക്ക് ആ കല അഭ്യസിക്കാൻ പറ്റുന്നതൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന ഒരുപാട് ടീമുകളുണ്ട്, ഇങ്ങനെ വാദ്യ സംഘങ്ങളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഓരോ സീസണിലും പുതിയ ഒരുപാട് പേരെ പഠിപ്പിച്ച് ഇറക്കാറുണ്ട്. അവർ അരങ്ങേറ്റം ഇതിന് ഗംഭീരമായിട്ട് അവർ നടത്താറുമുണ്ട്. എനിക്ക് തോന്നുന്നു ആ സൈഡൊക്കെ കുറച്ചും കൂടി, ഈ സൈഡ് ഇങ്ങോട്ടേക്ക് തെക്കോട്ടില്ല എന്നല്ല, പക്ഷേ വടക്കോട്ട് കുറച്ചും കൂടി ഇതിനൊക്കെ ഒരു പ്രോത്സാഹനം കൂടുതലാണ്. അവിടെ കുറച്ചും കൂടി ഇതിനെ ആസ്വദിക്കുന്ന ആളുകളുടെ കുഴപ്പമില്ല. ഞാൻ കോട്ടയംകാരി, അപ്പൊ എനിക്ക് പറയാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് ഒന്ന് പോകണം. ഇനി ഡോക്ടർ ഇൻ. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഇത് മഴക്കാലമാണ്, ഒരുപാട് അസുഖങ്ങൾ വരുന്ന സമയമാണ്, പകർച്ചവ്യാധികളുള്ള സമയമാണ്. ഒരുപാട് വാർത്തകൾ അങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് ഒരു 14-കാരന് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു അസുഖം ബാധിച്ച ആ വാർത്ത പുറത്തു വന്നത് അല്ലേ? അപ്പോൾ കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ അത് പോസിറ്റീവ് വാർത്തയിൽ വായിക്കുകയും ചെയ്തിരുന്നതാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പ്രേക്ഷകരിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാം. അതെ, ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പ്രതിരോധ മാർഗം, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? ഡോക്ടർ സൗമ്യ സറിന്റെ വാക്കുകളിലേക്കാണ്. നമ്മുടെ സംസ്ഥാനം ഇന്ന് പനിപ്പിടിയിലാണ്. പലതരം പനികൾ. അതിൽ തന്നെ നമ്മൾ കേട്ട നമുക്കധികം പരിചിതമല്ലാത്ത ഒരു പനിയാണ് അമീബിക് മെനിങ്കോഎൻകെഫലൈറ്റിസ്. എന്താണ് ഈ രോഗം? എങ്ങനെയാണ് നമുക്കിത് വരുന്നത്? ഇത് അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവി ഉണ്ടാക്കുന്ന രോഗമാണ്. പലതരം അമീബകളുണ്ട്. ഇതിൽ തന്നെ ഈ ഒരു രോഗം ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന ഒരു അമീബയാണ്. ഇത് കാണുന്നത് ശുദ്ധജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്. അതായത് കുളങ്ങൾ, ചിറകൾ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ, ഇവിടെയൊക്കെ ഈ ഒരു അമീബ കാണാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ ഇവിടെയൊക്കെ കുളിക്കുമ്പോൾ, കുട്ടികൾ ചാടി മറിഞ്ഞൊക്കെ കുളിക്കുന്ന സമയത്ത് ഈ അമീബ നിറഞ്ഞ വെള്ളം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറാനും അതുവഴി മൂക്കിലെ ചെറിയ ഞരമ്പുകൾ വഴി ഇത് തലച്ചോറിലെത്തുകയും ചെയ്യുന്നു. അവിടെ ഇത് അണുബാധ ഉണ്ടാക്കും, തലച്ചോറിൽ നീർവീക്കം ഉണ്ടാക്കും. തൽഫലമായിട്ട് ആരോഗ്യസ്ഥിതി വളരെ മോശമാവാനും ഇതിന്റെ മരണശതമാനം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രോഗം വളരെയധികം ഡേഞ്ചറസ് ആയ ഒരു രോഗമാണ് എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു മഴക്കാലത്തെങ്കിലും നമ്മൾ ഈ ഒരു രോഗം ഇപ്പോൾ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, മരണങ്ങൾ കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശുദ്ധജലമാണെങ്കിൽ പോലും
കെട്ടി നിൽക്കുന്ന ഒരു വാട്ടർ ബോഡി ആണെങ്കിൽ, അതിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും കുളമാണെങ്കിലും അവിടെയുള്ള കുളികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. അപ്പോൾ എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് വളരെ വേഗം പ്രേക്ഷകരുടെ ഒരു കമന്റ്സിലേക്ക് ഇപ്പോൾ നമ്മുടെ മൂഡ് പെട്ടെന്ന് അങ്ങ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പ്രേക്ഷകരുടെ ചില കമന്റ്സ് കൂടി നമുക്ക് ഒന്ന് നോക്കാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഹൈഫൈ പറയുന്നത് എന്നും 24-നൊപ്പമാണ്, പ്ലീസ് അപ്രൂവ്. ഞാൻ എന്നും ഗുഡ് നൈറ്റ് പ്രോഗ്രാം കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു സൂം കോൾ ആയിരിക്കും അപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത്. കമന്റ് വായന വളരെ കുറവാണ് കേട്ടോ. പ്രേക്ഷകരെല്ലാം പേരുകൾ വായിക്കാൻ വേണ്ടിയാണ് ഉറക്കം ഒഴിച്ചിരിക്കുന്നത്. അത് ശരി. അപ്പൊ നിങ്ങളുടെ പേര് വായിക്കുന്നത് കേൾക്കാനാണ് നിങ്ങൾ ഉറക്കം വിളിച്ചിരിക്കുന്നത്, അതായത് ഷോ കാണാൻ വേണ്ടിയല്ല എന്നാണോ പറഞ്ഞത്? ഹരി നായർ പറയുന്നത് നല്ല പ്രോഗ്രാമാണ്, ഞങ്ങൾ എന്നും കാണാറുണ്ട് എന്ന് പറയുന്നു. രാജു പറയുന്നു റേഡിയോ കേൾക്കുന്ന ഫീലാണ്. അപ്പം ഫസലുദ്ദീൻ, രണ്ടുപേർക്കും മലേഷ്യയിൽ നിന്നൊരു ഹായ്. ഹായ്, കൊച്ചിയിൽ നിന്ന് ഹായ്. പിന്നെ രമ പറയുന്നു ഇടുക്കിയിൽ നിന്നുള്ള ലേഖയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഞാനും ഇടുക്കിക്കാരിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ തോമസ് മാത്യു ചോദിക്കുന്നുണ്ട് 24-ന്റെ കോഴിക്കോട്ടെ പ്രേക്ഷക സംഗമം എന്നാണ്. തീർച്ചയായും ഞാനും വരുമെന്ന് പറയുന്നത്. അത് SK അറിയിക്കും കേട്ടോ എപ്പോഴാണ് എന്നുള്ളത്. ആ ഡേറ്റ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെന്താ, മലപ്പുറം ജില്ലയിൽ അവധിയുണ്ടോ എന്ന് മുഹമ്മദ് ഫൈസൽ ചോദിക്കുന്നുണ്ട്. അവധിയൊന്നും ഉള്ളതായിട്ട് നിലവിൽ അറിയില്ല അല്ലേ? അതെ അതെ അതെ. അപ്പോ നേരത്തെ ചെണ്ടമേളം പഠിക്കണോ എന്ന് ചോദിച്ചു പ്രജി പ്രവി. നിങ്ങൾക്ക് ചെണ്ടമേളം പഠിക്കണോ? സതീഷ് ഏട്ടൻ പഠിപ്പിച്ചു തരും. വരുന്ന രണ്ടുപേരെന്ന് പറയുന്നത് റീന സതീശനാണ്. അപ്പം തന്നെ റീന ചേച്ചി കുറച്ച് നേരമായിട്ടൊരു കമന്റ്, അത് കഴിഞ്ഞ ദിവസം മുതൽ ഇടുന്നതാണ്, എനിക്ക് തോന്നുന്നു 2ാമത്തെ ദിവസം മുതൽ ഇടുന്നതാണ്. മേഘം പൂത്തു തുടങ്ങി എന്ന് പറയുന്ന ആ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി. അറിയില്ലല്ലോ ബാക്കി. ഞാൻ പാടിയപ്പോ ചിലപ്പം ഓക്കെ, അപ്പൊ പഠിച്ചിട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ പാടട്ടോ. പിന്നെ തൽക്കാലത്തേക്ക് മാത്രമായിട്ട് പാടിയതാണ് കേട്ടോ. നമുക്ക് ഒരു സ്റ്റോറി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. മിസ്റ്റർ അമൽ ഫ്രം PCR. പെട്ടെന്ന് നമുക്ക് കൊടുക്കാം അല്ലേ? ചെന്നൈയിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. മെറീന ബീച്ചിലേക്കാണ് ഇനിയുള്ള യാത്ര. ഇവിടുത്തെ രാത്രികാല കാഴ്ചകൾ വളരെ മനോഹരമാണ്. എത്ര പേർക്ക് ചെന്നൈ മെറീന ബീച്ചിൽ പോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൂടി കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ മനീഷ് മൂർത്തി റെഡിയാണ്, റിപ്പോർട്ടുമായി കാണാം. പ്രജിൻ, പ്രവിത, വണക്കം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ്. മറീന ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ബീച്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ചാണ്. 12 കിലോമീറ്ററാണ് മറീന ബീച്ചിൻ്റെ ദൂരമെന്ന് പറയുന്നത്. നൈറ്റ് ലൈഫ്, ചെന്നൈയിലെ നൈറ്റ് ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു, അങ്ങനെ വേണം പറയാൻ. കാരണം ഇപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഇടമായിരുന്നു മറീന ബീച്ച് ഒരു കാലത്ത്. എന്തായാലും നമുക്ക് മറീന ബീച്ചിലെ കാഴ്ചകൾ കാണാം, അടിച്ചു പൊളിക്കാം. ഇവിടെയാണ് നമ്മളെ കടൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കാലത്ത് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെയൊക്കെ വലിയ തോതിൽ ആളുകൾ വന്നിരുന്നതാണ് ഈ സമയത്തൊക്കെ. ഇപ്പോൾ എന്താ റെസ്ട്രിക്ഷൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെട്രോയുടെ ജോലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഏകദേശം ഒരു 8 മണി 8:30 മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റും. വലത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇങ്ങനെ ഒരു ഉത്സവ പറമ്പ് പോലെയാണ് ഈ മറീന ബീച്ചിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത്. രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പം നമുക്ക് പല വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്, സ്നാക്സ്, അത്തരം കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. അപ്പം മറീന ബീച്ചിലൊരു പ്രത്യേക ഭക്ഷണ വിഭവമാണ് കേട്ടോ ഇത് ചോളമാണ്, നമ്മുടെ നാട്ടിലെ ചോളം ഇങ്ങനെ ചുട്ട് ആ കനലിൽ ഇങ്ങനെ ചുട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു മസാലയൊക്കെ പുരട്ടി കുറച്ച് നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ആക്കി തരും. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ഇങ്ങനെ കുറേ ചാറ്റ് വിഭവങ്ങൾ നമുക്ക് ഈ മറീന ബീച്ചിൽ നമ്മളൊന്ന് വെറുതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രികാലങ്ങളിൽ കിട്ടുന്ന കുറേ ചാറ്റ് വിഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ചെന്നൈയിലേക്ക് വരുമ്പോൾ മറീന ബീച്ച് ഒരു
നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പോയിൻ്റാക്കി മാറ്റുക. കാരണം അത്രയധികം നല്ല രസമുള്ള കാഴ്ചകളാണ് മറീന ബീച്ചിലുള്ളത്. അപ്പോൾ മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ബീച്ചിന്റെ രാത്രികാല സൗന്ദര്യമൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടല്ലോ. അതൊരു ഷൈജോ പോൾ എന്ന ഐഡിയ കമന്റ് വരുന്നത്. എന്റെ കമന്റ് ഒന്ന് വായിക്കുമോ? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നോക്കി ഇരിപ്പാണ്. എന്നും ഞാൻ കമന്റ് അയക്കും, ഇംഗ്ലണ്ടിൽ നിന്നും വായിക്കൂ പ്ലീസ് എന്ന്. ഷൈജോ, അത് നമ്മൾ ഒരു കമന്റ് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇടാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ കമന്റ്സ് ഒക്കെ മുകളിലേക്ക് കയറിപ്പോ, അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ലാഗ് വരാണ്ട് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കരുത് കേട്ടോ, ബാക്കിയുള്ളവർക്കും സമയം കൊടുക്കണം നമ്മൾ. ഓക്കെ, നമുക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകൻ റെഡിയായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൗദിയിൽ നിന്നാണ് സജീവ് കുമാർ എന്നാണ് പേര്. സജീവ് ചേട്ടാ നമസ്കാരം. സജീവ് ഏട്ടാ ഹായ്. നമസ്കാരമുണ്ട്. സജീവ് ഏട്ടാ സൗദിയിൽ എവിടെയാണ്? സൗദിയിലെ ദമാമിലാണ്. ആഹാ, നാട്ടിലെവിടെയാ? നാട്ടിലെ ആലുവ. ഓ ആഹാ, ഓക്കെ. നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ തൊട്ട് അടുത്താണ്, അടുത്താണ്. ചേട്ടാ സൗദിയിലെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഒരു മെറ്റൽ ഫാക്ടറിയിലാണ്, ഫാബ്രിക്കേഷൻ. ഓക്കെ. അവിടെ തനിച്ചാണോ താമസം, അല്ല ഫാമിലി ഉണ്ടോ, അല്ല സുഹൃത്തുക്കളൊപ്പമാണോ? സുഹൃത്തുക്കളൊപ്പമാണ്. ചേട്ടാ ഇപ്പൊ സൗദി അറേബ്യ പണ്ടത്തെ പോലെ നല്ല ഒരുപാട് മാറിയല്ലോ. ചേട്ടൻ സൗദി ഇപ്പൊ എത്തിയിട്ട് എത്ര നാളായി? ഞാനൊരു 10-12 വർഷമായി. ഓക്കെ. അപ്പൊ എങ്ങനെയാ സൗദി ഒക്കെ ഇപ്പോഴും ഇഷ്ടപ്പെട്ട് തന്നെയാണോ അവിടെ നിൽക്കുന്നത്? സാധാരണ സൗദിയിൽ പോകുന്നവർക്ക് സൗദി ഒരു ബുദ്ധിമുട്ടായിരുന്നു പണ്ടൊക്കെ, മറ്റ് അറബ് കൺട്രീസ് പോലെ അല്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് മാറ്റമൊക്കെ? എങ്ങനെയുണ്ട് സൗദിയിലെ? മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ അത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മാറ്റങ്ങൾ വരുമ്പോ? അത് കുഴപ്പമില്ല. അത് സേവ് ചെയ്യേണ്ടവർക്ക് സേവ് ചെയ്യാം, അടിച്ചു പൊളിക്കേണ്ടവർക്ക് അടിച്ചു പൊളിക്കാം. സജേട്ടാ എന്ത് കഴിച്ചു? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിഞ്ഞു. ഫുട്ബോൾ പ്രേമിയാണോ? ഫുട്ബോള് അത്രയില്ല, ക്രിക്കറ്റ് ആണ് മെയിൻ ആയിട്ട്. പ്രത്യേകിച്ച് സൗദിക്ക് ഇപ്പൊ ഒരുപാട് ടീമൊക്കെ ഉണ്ടല്ലേ. അതെ, അപ്പൊ സൗദിയിൽ നമ്മുടെ റൊണാൾഡോ ഒക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള ടീമുകൾ ഒക്കെ ഉണ്ട് ഗൾഫ് മേഖലയിലൊക്കെ. യെസ്. അപ്പൊ നാട്ടിലേക്ക് ഇനി എപ്പോഴാ വരിക? ഞാൻ നാട്ടിലിപ്പോ വന്ന് ഫെബ്രുവരിയിൽ വന്നിരുന്നു. വിഷുവിന്റെ പിറ്റേ ദിവസമാണ് തിരിച്ചു വന്നത്. അയ്യോ, വിഷു കൂടാൻ പറ്റില്ല ഇവിടെ. വിഷു ആഘോഷിച്ചു പക്ഷേ. ഓക്കെ. സൗദിയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവാറുണ്ടോ, അതോ ജോലി വീട് അങ്ങനെയാണോ? പോവാറുണ്ട്, ഹോളിഡേയ്സിനൊക്കെ പോവാറുണ്ട്. പിന്നെ 5 days ആണ് വർക്കിംഗ്. ഫ്രൈഡേ സാറ്റർഡേ. നമ്മുടെ ഷോ കാണാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു. ഓക്കെ. എന്താണ്? പറയൂ. അത് വായിച്ചിരുന്നു. ആഹാ, പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. ഒരുപാട് പേരുടെ മെസ്സേജ് വായിക്കുന്നുണ്ടാണ്. സോറി ചേട്ടാ. ഫ്രണ്ട്സും കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവരുടെ ഹായ് പറയൂ, അന്വേഷണം പറയൂ. ചേട്ടന്റെ ഫാമിലി ഒക്കെ ഒരു പക്ഷെ കാണുന്നുണ്ടാവും നമ്മുടെ ലൈവായിട്ട്. അപ്പൊ അതെ. അപ്പൊ അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞേക്കും. തീർച്ചയായും. ഒരുപാട് സന്തോഷം ചേട്ടാ. ഇനിയും കാണണം, ഇനിയും അഭിപ്രായം അറിയിക്കണം. ബൈ, ഗുഡ് നൈറ്റ്. അപ്പൊ നമ്മൾ ഇനി പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രജൻ. എനിക്ക് അതെല്ലാം വായിക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും വേണം. അങ്ങനെ ഇത്രയും നാളായി മെസ്സേജ് അയച്ചിട്ടും ഇന്നാണ് എന്റെ മെസ്സേജ് പ്രവിത വായിച്ചത്. താങ്ക് യു പ്രവിത എന്ന് കുഞ്ഞു പറയുന്നുണ്ട്. പ്രവീൺ, ഞാൻ 2 ദിവസം മുൻപേ പറഞ്ഞതാണ് മയിൽപീലിയിലെ പാട്ട് രാധേനിൻ പ്രേമത്തോടാണോ അത് പാടിയിരുന്നില്ലേ? തോമസ് ഊട്ടി പറയുന്നുണ്ട്. പിന്നെ ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൽ തുടിക്കും ഇടയ്ക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. ഓക്കെ. ചിഞ്ചു മുത്തു പൊന്നു ജീവാംശമായി പാട്ട് പാടുമോ പ്ലീസ്? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നോ. യെസ്, വെൽക്കം ബാക്ക്. അപ്പോ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ ഒന്ന് കോട്ടയത്തേക്ക് പോകണം. അവിടെ നിങ്ങൾക്കായിട്ടുള്ള വിഭവങ്ങൾ. ശരി. പ്രതിയുടെ നാടായ കോട്ടയത്തേക്ക് പോവാണ്. നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ ടോബി ജോൺസൺ നല്ലൊരു ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ചില പ്രത്യേക വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് അവിടെ ടോബി. അതെ, രാത്രി നല്ല പലഹാരങ്ങൾ കിട്ടുന്ന ഒരിടമുണ്ട്. അത് കോട്ടയം ടൗണിൽ നിന്ന് കുറച്ചകലെയാണ്, 8 കിലോമീറ്റർ. എനിക്കറിയാം. പുതുപ്പള്ളിയിലാണ്. നാടൻ പലഹാരം മുതൽ മോഡേൺ പലഹാരം വരെ ഇവിടെ കിട്ടും. പുതുപ്പള്ളിയിലെ വഴിയോര പലഹാര കടകളിലെ രുചി തേടിയാണ് നമ്മുടെ റിപ്പോർട്ടർ ടോബി ജോൺസണും സംഘവും പോകുന്നത്. കാണാം.
വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം പോയി സമാധാനമായിരുന്ന ഒരു ചായ കുടിക്കാനുള്ള ഒരു ഇടം. പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തുള്ള ഈ കടകളിൽ വന്നാൽ വ്യത്യസ്തമായ വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് നേരിട്ട് കാണാം. കടികളെല്ലാം സൂപ്പർ. കാരണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ആഹാരം കഴിക്കാൻ നല്ല സമാധാനത്തോട്ടിരിക്കുക. കോട്ടയത്തുള്ളവർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് ഇതിലെ കടന്നു പോകുന്നവരും സജീവമായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട്. ഞാൻ ഇവിടെ അടുത്താണ്, കോട്ടയം ചിങ്ങവനം എന്ന് പറയും. എന്നും വരാറുണ്ട്. ഞങ്ങൾ പണിക്ക് വരുന്നുണ്ട്, ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ചായ കുടിക്കും. നല്ല നല്ല ചായ. എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റികൾ? വെറൈറ്റി ചിക്കൻ ബജി, കോളിഫ്ലവർ, പിന്നെ മുട്ട ബജി, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഞങ്ങൾ ചിക്കൻ പക്കോട. ഞങ്ങളിവിടെ വന്നപ്പോൾ മേടിച്ചത് ചിക്കൻ പക്കോടയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല രുചിയുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. പലഹാരങ്ങൾ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസുകളും ഇവിടെ ലഭിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിൽ മിൽക്കാണ്. എന്തായാലും ഞാൻ ഈ കടയിലെത്തിയപ്പോൾ അവിൽ മിൽക്ക് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്ന കടകൾ രാത്രി 11 മണി വരെയുണ്ട്. എന്തായാലും ഇതിലെ കടന്നു പോകുന്നവർ ഇവിടെ എത്തിയാൽ നല്ല രുചികരമായ കടിയും ചായയും മറ്റ് ജ്യൂസും എല്ലാം ആസ്വദിക്കാൻ സാധിക്കും. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ടോബി ശരിക്കും നല്ലൊരു എന്താണ് പറയുക, ഫുഡ് ആസ്വദിക്കുന്ന ആൾ മാത്രമല്ല, നല്ലൊരു കുക്ക് കൂടിയാണ്, പാചക വിദഗ്ധനാണ് ശരിക്കും. അപ്പോൾ പറ്റിയ ഒരു സ്റ്റോറിയാണ് നമുക്കായിട്ട് പങ്കുവച്ചത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തയാണ് PSC കോഴ വിവാദം. അതിൽ PSC നിയമന കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ ആരോപണ വിധേയനാണ്. നടപടി ഉണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ അറിയിച്ചത് കോഴയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് മോഹന മാഷ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നു നടപടി ഉണ്ടാകുമെന്ന്. എനിക്ക് തോന്നുന്നു രാഹുൽ സുരേഷ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന്. രാഹുൽ, ഗുഡ് ഈവനിങ്. രാഹുൽ, ഈ PSC നിയമന കോഴയുമായി ബന്ധപ്പെട്ട് ഏത് തരം നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ടെന്നും സെക്രട്ടറി പറയുന്നുണ്ടല്ലോ. പ്രജിൻ, പ്രവിത, ഇന്ന് രാവിലെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒന്നും അറിയില്ല, മാധ്യമങ്ങൾ മെനഞ്ഞെടുത്ത കഥകൾ മാത്രമാണ് ഇതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അല്പം മുമ്പ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഇന്ന് വൈകിട്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ അംഗങ്ങളോട് നേരിട്ട് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന്. ഈ സംഭവം ചർച്ച ചെയ്യാനല്ല യോഗം ചേർന്നതെങ്കിലും ഈ യോഗത്തിൽ അംഗങ്ങൾ പ്രമോദിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്, ആ വ്യക്തത വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് പാർട്ടി അംഗങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദീകരണം തേടാൻ തീരുമാനിച്ചിരുന്നു. ആ വിശദീകരണം തേടിയ ശേഷം വിശദീകരണം പ്രമോദ് കൂട്ടിളി നൽകിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ജില്ലാ തലത്തിൽ ഒരു നടപടി ഉണ്ടാകുക. ഇന്ന് വൈകിട്ട് പുറത്തു വന്ന മറ്റൊരു വാർത്ത, സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ഇത് സംബന്ധിച്ച് ഒരു അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അല്പം കൂടി ഗൗരവമായി വിഷയത്തെ നോക്കിക്കാണാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അതനുസരിച്ചാണ് ഇപ്പോൾ പാർട്ടി അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ഉറപ്പ് ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിയാണ് പരാതിക്കാരൻ, പക്ഷെ അതിലൊരു ഗൗരവം കാണിച്ചില്ല എന്നൊരു വിമർശനം നേരത്തെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്. ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ, എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസം ആയിരിക്കും അറിയാൻ സാധിക്കും. യെസ്, അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേവലം ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി, 2 മിനിറ്റ് ബാക്കിയുണ്ട്. അത് സജിത്ത് പറയുന്നു, അവസാനമെങ്കിലും ഒന്ന് വിഷ് ചെയ്യുമോ, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, നെയിം വൈഗ. ഹാപ്പി ബർത്ത്ഡേ വൈഗ മോളെ. ശ്രീജി പറയുന്നുണ്ട്, ഹായ്, എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ് നാളെ, വിഷസ് പറയുമോ? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് ശ്രീലക്ഷ്മി. പ്രേക്ഷകരായ ഞങ്ങളുടെ മെസ്സേജുകൾ വായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരും കേട്ടോ.
വായിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഗൂഗിൾ മലയാളം പറയുന്നു എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് ബോത്ത് ഓഫ് യു ആൻഡ് ചാനൽ 24 ഫ്രം സൗദി അറേബ്യ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ ഇനി ചായ കുടിക്കുന്നതിന് മുമ്പ് ഏത് ചായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി നോക്കണം എന്നൊക്കെ പറയുന്നു. അത് വേറെ വിഷയമാണ്. അങ്ങനെ പല വിഷയങ്ങൾ, പല കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് തുടരുക. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്.